ഹേ ഓൾ, അപ്പം നോമ്പൊക്കെ തുടങ്ങി 1 വീക്കൊക്കെ ആവാനായി. ഞാനിങ്ങനെ നോമ്പ് തുടങ്ങാനാട്ടി മുന്നേ ഇങ്ങനെ പ്ലാൻ ചെയ്ത് റംസാൻ എന്തായാലും വീഡിയോസ് എടുക്കണം, കൺസിസ്റ്റൻ്റ് ആവണം എന്നൊക്കെ. പക്ഷെ നമ്മൾ സാധാരണ ഉള്ള ഒരു ഡെയിലി റുട്ടീനിൽ നിന്ന് കുറച്ച് ചേഞ്ച് വരുമല്ലോ നോമ്പാവും. സെറ്റ് ആവാൻ എനിക്ക് 1-2 ദിവസം പിടിച്ചേക്കും. ഞാനാണെങ്കിലോ നോമ്പ് തുടങ്ങാനാട്ടി മുന്നേ തന്നെ പ്ലാൻ ചെയ്തേക്കണത് നോമ്പ് തുടങ്ങിയാൽ എങ്ങനെയായിരിക്കണം എൻ്റെ ഒരു ഡേ എന്നുള്ളത്. ഫസ്റ്റത്തെ 2 ദിവസം വിചാരിച്ച പോലെ നടന്നില്ലെങ്കിലും ഇപ്പോൾ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. അങ്ങനെ അത്താഴത്തിന് ഞാൻ ഈ ഒരു മൂസ്ലിയാണ് ഉണ്ടാക്കിയത്. ഞാനിങ്ങനെ ഈ ഷോർട്സും റീൽസും നോമ്പാണെങ്കിൽ നമ്മൾ ഇടയ്ക്കൊക്കെ ഇരുന്ന് കാണുമല്ലോ. അപ്പോഴാണ് ഞാൻ ഈ അത്താഴത്തിന് ആൾക്കാർ ചോറൊക്കെ തിന്നറിയണത്. ഇന്നിപ്പോൾ നോമ്പ് 7 പക്ഷെ ഞാനാകെ 2-3 അത്താഴത്തിന് മാത്രമേ എണീറ്റിട്ടുള്ളൂ. ഈ 4 മണി മുതൽ 6 മണി വരെ അലാറം വെച്ചിട്ട് അത് ഓഫ് ചെയ്യലായിരുന്നു അടുത്ത പണി. അങ്ങനെ ഒരു 5:30 ആകുമ്പോഴത്തേനും വാങ്ങി കൊടുത്ത് നിസ്കരിച്ച് പിന്നെ ഖുർആൻ ഓതാൻ പോയി. അങ്ങനെ നിസ്കാരവും മൊത്തമൊക്കെ കഴിഞ്ഞ് സാധാരണ എനിക്ക് ഉറങ്ങാൻ പോകണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ ഉറങ്ങാൻ പാടില്ല. അവിടെയാണ് നമ്മുടെ വിജയം. എനിക്കിപ്പോൾ നോമ്പിൻ്റെ ആ ഒരു ഷെഡ്യൂളായതുകൊണ്ട് എനിക്ക് ഉറങ്ങാനുള്ള ടൈം വളരെ കുറവാണ്. കാരണം 4 മണിക്ക് അത്താഴത്തിന് എണീറ്റാൽ പിന്നെ ഞാൻ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ 12 മണിയാവും എണീക്കാൻ. അത്ര നേരം എൻ്റെ സമയം പോകും. കാരണം അത്ര നേരം പഠിച്ചിട്ടില്ല എന്നുള്ളൊരു റിഗ്രറ്റ് വരും. അപ്പോൾ ഞാനിപ്പോൾ ഇൻ കേസ് ഇപ്പോൾ ഉറങ്ങിപ്പോയിട്ടുണ്ടെങ്കിലും ഞാനിപ്പോൾ 12 മണിക്ക് എണീറ്റിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര റിഗ്രറ്റാണ്. അല്ല, ഞാനിപ്പോൾ എന്തിനാണ് ഇത്ര നേരം കളഞ്ഞത് ഉറങ്ങിയിട്ട്. പിന്നെ ഞാൻ മിക്കതും ഉറങ്ങാണ്ടിരിക്കാൻ ശ്രമിക്കും. പിന്നെ എന്തായാലും ഈ 2 മാസം കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ ഇഷ്ടം പോലെ കിടന്ന് ഉറങ്ങാലോ എന്നുള്ളൊരു സമാധാനത്തിലാണ് ഞാൻ ഇപ്പോൾ എൻ്റെ ഉറക്കം ഒന്ന് കുറയ്ക്കുകയാണെങ്കിലും ഈ രാവിലെ നേരത്തെ എണീറ്റ് പഠിക്കുമ്പോൾ എനിക്ക് ആ പഠിച്ച സാധനങ്ങളൊക്കെ നല്ല ഓർമ്മ ഉണ്ടാവും. ആ ദിവസം ഒരാഴ്ചയൊക്കെ വരെ എനിക്ക് നല്ല ഓർമ്മ ഉണ്ടാവും. പക്ഷെ അത് ഒരാഴ്ച കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഫുള്ള് മാർക്ക് കിട്ടും. അങ്ങനെ ഇപ്പോൾ ഇതാ ഞാൻ പിൻട്രസ്റ്റിലൊരു മോഡൽ നോക്കിയിട്ടുണ്ടായിരുന്നു നോമ്പിൻ്റെ ഒരു ഡെയിലി പ്ലാനറിൽ. അപ്പോൾ അത് നോക്കിയിട്ടാണ് ഞാൻ എഴുതുന്നത്. അത് കംപ്ലീറ്റ് എഴുതല്ല, എനിക്ക് ആവശ്യമുള്ള ഞാൻ ചെയ്യണ കാര്യങ്ങൾ മാത്രം അതിൽ നിന്ന് എഴുതുക. ഇത് പ്ലാനർ മാത്രമല്ല, ഒരു കൈൻഡ് ഓഫ് അപ്ഡേഷനും കൂടിയാണ്. നിസ്കരിച്ചോ ഓതിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ടിക്കിടാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതും കൂടിയാണ്. നോമ്പല്ലേ. പിന്നെ ഞാൻ ടു ഡു ലിസ്റ്റിലാണ് അന്നത്തെ പഠിക്കേണ്ട കാര്യങ്ങൾ എഴുതുന്നത്. അങ്ങനെ ഞാൻ രാവിലെ തന്നെ ബയോളജിയാണ് പഠിക്കുന്നത്. കാരണം രാവിലെ ഇങ്ങനത്തെ ബൈഹാർട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പഠിച്ചാൽ എൻ്റെ തലയിൽ നല്ലപോലെ നിൽക്കലുണ്ട്. സോ ബയോളജിയിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളൊരു ടോപ്പിക്കാണ് ബയോടെക്നോളജി. എൻ്റെ ഒരു അറിവിൽ നീറ്റിന് എന്തായാലും ഈ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാൻ നല്ല ചാൻസ് ഉണ്ട്. കാരണം മോഡേൺ ബയോളജി അല്ലേ ഈ ബയോടെക്നോളജി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാൻ നല്ല ചാൻസ് ഉണ്ട്. അങ്ങനെ ബയോടെക്നോളജിയുടെ ഈ 2 ചാപ്റ്റേഴ്സാണ് അന്ന് രാവിലെ ഞാൻ പഠിച്ചത്. ടെക്സ്റ്റും പിന്നെ ഞാൻ ഉണ്ടാക്കിയ നോട്ടും പഠിച്ചതിന് ശേഷം ഞാൻ 2ാമത്തെ ബയോടെക്നോളജി ചാപ്റ്റർ പഠിക്കാൻ പോയി. പക്ഷെ എനിക്കെന്തോ അവിടെ ഇരുന്ന് പഠിക്കാൻ പറ്റുന്നില്ല. എനിക്കിങ്ങനെ ഒരു സ്ഥലത്ത് തന്നെ ഇരുന്നിട്ട് കംപ്ലീറ്റ് ഇരുന്ന് പഠിക്കാൻ പറ്റുന്നില്ല. എനിക്കിങ്ങനെ സ്ഥലം ഇങ്ങനെ ലൊക്കേഷൻ മാറി മാറി പഠിക്കണം. ഞാനത് മുന്നേ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്തു, എനിക്ക് പഠിക്കാനുള്ള ബുക്സും കാര്യങ്ങളായിട്ട് ഞാൻ നേരെ ടെറസിലേക്ക് പോയി. അവിടെ എത്തിയപ്പോൾ ഒരു 7 മണി 7:15 ആയിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ ആദ്യം പോയാൽ തന്നെ പഠിക്കാതിരിക്കില്ല. അങ്ങനെ കുറച്ച് നേരം ഈ മരങ്ങളെയും കിളികളെയൊക്കെ സൗണ്ട് കേട്ടിട്ട് കുറച്ച് നേരം ഇരിക്കും. എന്നിട്ടാണ് പിന്നെ ഞാൻ ബുക്ക് എടുത്തിട്ട് നിലത്തിരിക്കും, എന്നിട്ട് പഠിക്കാതിരിക്കും. എനിക്ക് പേഴ്സണലി റൂമിൽ ഇരുന്ന് പഠിക്കാനായിട്ട് ഇഷ്ടം ഈ ടെറസിൻ്റെ മേലെ പോയിരുന്ന് പഠിക്കണതാണ്. എപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ 7th അങ്ങോട്ട് പഠിക്കുമ്പോഴാണ് ഞാൻ ഫസ്റ്റ് ടൈം ടെറസിൻ്റെ മേലൊക്കെ പോയിട്ട് പഠിക്കാൻ തുടങ്ങി. ഫൈനൽ എക്സാം നടക്കുന്ന സമയത്ത് എത്ര വെയിലുണ്ടെങ്കിൽ പോലും നട്ടുച്ചക്കാണെങ്കിലും ഞാൻ ടെറസിൻ്റെ മേലെ പോയിരുന്ന് പഠിച്ചൊരു കാലമുണ്ട്. പക്ഷെ ഇപ്പം ഞാൻ രാവിലെ മാത്രമേ പോയിരുന്ന് പഠിക്കുള്ളൂ. എന്നും രാവിലെ പഠിക്കുന്നില്ല. എനിക്കിപ്പോൾ തോന്നണം രാവിലെ ടെറസിൻ്റെ മേലെ പോയിരുന്ന് പഠിക്കാം. അപ്പം ഞാൻ പഠിക്കാൻ പോകും. അങ്ങനെ അത് പഠിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ ബ്രേക്ക് എടുക്കണമല്ലോ. പ്രത്യേകിച്ച് മേലൊക്കെ ഇരിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഏതെങ്കിലും മരത്തുമ്മക്കൂടെ പോകുന്നുണ്ടെങ്കിൽ അത് നോക്കി കുത്തിരിക്കും. അടിയിൽ കൂടെ എന്തെങ്കിലും ഉറുമ്പ് പോകുന്നുണ്ടെങ്കിൽ അത് നോക്കി കുത്തിരിക്കും. അങ്ങനത്തെ കുറച്ച്
പ്രശ്നങ്ങളുണ്ട്, പക്ഷെ എന്നാലും ഞാൻ അവിടെ ഇരുന്ന് പഠിക്കും. അങ്ങനെ ബ്രേക്ക് എടുത്തിരിക്കുമ്പോഴാണ് എനിക്ക് ഈ ഒരു അപ്പൂപ്പൻ താടി കിട്ടണം. സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ക്ലാസ് റൂമിൻ്റെ ഉള്ളിലേക്ക് വരും, ജനാല വഴി ക്ലാസ് റൂമിൻ്റെ ഉള്ളിലേക്ക് വരും ഈ അപ്പൂപ്പൻ താടി. കാരണം എൻ്റെ സ്കൂളൊരു കാട്ടുമുക്കിൽ. അങ്ങനെ സ്കൂൾ ടൈമൊക്കെ ആലോചിച്ചിരിക്കുമ്പോഴാണ് എൻ്റെ മൈൻഡിലേക്ക് ഷെടാ അങ്ങനെ പറയേണ്ടിയിരുന്നില്ല, ഇങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു എന്നുള്ള ഒരു ലോഡ് ചിന്തകൾ വരുന്നത്. ഞാൻ അപ്പം തന്നെ എൻ്റെ മൈൻഡ് ചെയ്യാൻ സ്റ്റോപ്പ് ചെയ്തു, എന്നിട്ട് നേരെ പോയി പഠിക്കായിരുന്നു. അല്ലെങ്കിൽ എൻ്റെ പഠിപ്പ് നടക്കില്ല അന്നത്ത്. അങ്ങനെ ഒരു 11 മണിയൊക്കെ ആവാനായി ഉണ്ടാവും ഞാൻ മേലെ നിന്ന് താഴേക്ക് വരും. കാരണം വെയിൽ വന്ന് തുടങ്ങിയിരുന്നു, പിന്നെ എൻ്റെ പഠിപ്പ് ഓൾമോസ്റ്റ് കഴിഞ്ഞിരുന്നു. അപ്പോൾ പിന്നെ നേരെ താഴേക്ക് വന്നു. അപ്പോൾ ഉമ്മ കടയിലേക്ക് പോകണ്ടായിരുന്നു, ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പിന്നാലെ പോയി, അത് മേടിച്ചിട്ട് അപ്പോൾ തന്നെ തിരിച്ചു വന്നു. അങ്ങനെ പിന്നെ ഒരു 3:30 ആയപ്പോൾ ഞാൻ നേരെ കിച്ചണിലേക്ക് പോയി. അങ്ങനെ ഉമ്മാനോട് ചോദിച്ചു ഇന്ന് എന്താ സ്പെഷ്യൽ എന്ന്. അപ്പോൾ ഉമ്മാക്കറിയില്ല. ഉമ്മ എന്നോട് ചോദിക്കുക എന്താ ഉണ്ടാക്കുന്നത്, എനിക്കറിയില്ല എന്താ ഇപ്പം ഉണ്ടാക്കാന്ന്. അങ്ങനെ പിന്നെ കുറച്ച് ദിവസമായി ഞാൻ എൻ്റെ റീൽസൊക്കെ കാണുന്നു. 12 മണി മുതൽ 4 മണി വരെ നല്ല നാടൻ തലശ്ശേരി ബിരിയാണി കിട്ടുന്ന കടാന്ന് അങ്ങനെയൊക്കെ കുറേ പറഞ്ഞിട്ട് ഫുള്ള് ബിരിയാണി ആയിരിക്കണം എൻ്റെ ഇൻസ്റ്റഗ്രാം ഫീഡ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ബിരിയാണി ഉണ്ടാക്കുക. ഞാനല്ല, ഉമ്മയാണ് ബിരിയാണി ഉണ്ടാക്കുക. അപ്പോൾ ഉമ്മാടി ചോദിച്ചു ബിരിയാണി ഉണ്ടാക്കിയാലോ എന്ന്. വീട്ടിൽ പിന്നെ സാധനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഉമ്മ ഓക്കെ പറഞ്ഞു. ഇവിടെ ഫ്രൂട്ട്സ് കട്ട് ചെയ്യുക, ജ്യൂസ് അല്ലെങ്കിൽ ഷേക്ക് ഉണ്ടാക്കുക, പിന്നെ പൊരിച്ച കടിയൊക്കെ ഉണ്ടാവില്ലേ അതുണ്ടാക്കുക. ആ 3 ഡ്യൂട്ടിയാണ് എനിക്കുള്ളത്. മെയിനായിട്ടുള്ള ഒരു ഡിഷ് ഉണ്ടാവുമല്ലോ, പത്തിരി, ബിരിയാണി, അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കലാണ് ഉമ്മയുടെ പണി. അപ്പോൾ അന്നത്തെ ദിവസം ഞാൻ ഈ സമൂസ ഉണ്ടാക്കിയിട്ടുണ്ട്. സാധാരണ ഉണ്ടാക്കുന്ന സമൂസനെക്കാട്ടിയും ഫില്ലിങ് ഞാൻ വേറെ ടൈപ്പാണ് ചെയ്തത്. യൂട്യൂബിൽ നോക്കിയിട്ട് വേറെ തന്നെ ഒരു ടൈപ്പാണ് ചെയ്തത്. വേറെ തന്നെ ടൈപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പൊട്ടാറ്റോ സമൂസ എന്ന് വേണമെങ്കിൽ ഇതിന് പറയാം. ഇതിൽ മെയിനായിട്ട് പൊട്ടാറ്റോ ആണ് ഫില്ലിങ് വരുന്നത്. പക്ഷെ ഇത് ഉണ്ടാക്കിയപ്പോൾ എനിക്ക് തീരെ ഇഷ്ടമായില്ല. മുന്നേ എങ്ങനെയാണ് ഉണ്ടാക്കില്ല അതുപോലെ തന്നെ ഉണ്ടാക്കാൻ മതിയായിരുന്നു എന്നുള്ളൊരു റിഗ്രറ്റ്. സമൂസയുടെ കാര്യം പോട്ടെ, ഞാൻ പിന്നെ ചിക്കൻ പൊട്ടിത്തെറിച്ചത് കുറേ കാണുന്നു. ഈ നോമ്പിന് കുറേ പേരിങ്ങനെ ചിക്കൻ പൊട്ടിത്തെറിച്ചത് ഉണ്ടാക്കണ കാണലുണ്ട്. അപ്പോൾ ഞാൻ അതുണ്ടാക്കുന്ന പ്രോസസ്സിലാണ്. അതിന് വേണ്ടിയിട്ട് ഈ ചിക്കൻ ഇങ്ങനെ നീളനെ അരിഞ്ഞിടണം. എനിക്ക് ചിക്കൻ കിട്ടുമ്പോൾ തന്നെ ഭയങ്കര കട്ട് പീസായിട്ട് കിട്ടിയിട്ടുള്ളത്, അതുകൊണ്ട് എനിക്ക് നീളനുള്ള ചിക്കനൊന്നും കിട്ടും. അപ്പോൾ ഇതിനുള്ള ചിക്കൻ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. യൂട്യൂബിൽ ഇങ്ങനെ റെസിപ്പിയൊക്കെ നല്ല വൃത്തിക്ക് പഠിച്ചിട്ട് അവരെങ്ങനെയാണോ ചെയ്യണത് അതുപോലെ തന്നെ ചെയ്തുണ്ടാക്കിയ ഒരു ചിക്കൻ പൊട്ടിത്തെറിച്ചതാണ്. യൂട്യൂബ് വീഡിയോയിൽ ഈ മസാലയും എഗ്ഗും മൈദയും കോൺഫ്ലവറും ഒക്കെ കൂടി ഒരുമിച്ചിട്ടിട്ട് ലാസ്റ്റാണ് മിക്സ് ചെയ്യണത്. അതുപോലെ തന്നെ മിക്സ് ചെയ്യാൻ നോക്കിയതാണ്, പക്ഷെ നല്ല ഇടങ്ങറായിരിക്കണം ഞാൻ മിക്സ് ചെയ്യുമ്പോൾ. അതെന്താ അങ്ങനെയൊന്നും ഒരു ഐഡിയ ഇല്ല. യൂട്യൂബിൽ നോക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് ഇങ്ങനത്തെ ഒരു ഇതില്ല. പിന്നെ ഈ സമൂസയുടെ ഷീറ്റ് ഇങ്ങനെ മൈന്യൂട്ടായിട്ടുള്ള കുറച്ച് പീസാക്കിയിട്ട് മുറിച്ച്, സത്യം പറഞ്ഞാൽ ഇതിനെക്കാട്ടിയും ഷോർട്ടാക്കിയിട്ടാണ് മുറിക്കുന്നത്. പക്ഷേ എനിക്ക് മറ്റേ ഇത് കൊളായതുകൊണ്ട് എനിക്ക് ഭയങ്കര ദേഷ്യം വന്നു, അതാണ് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തത്. അങ്ങനെ പിന്നെ ഈ ചിക്കൻ പൊട്ടിത്തെറിച്ചത് നീളത്തിലുള്ള മൈദൊക്കെ ഉണ്ടല്ലോ, നീളത്തിലുള്ള ഷേപ്പൊക്കെ ആക്കി ഇങ്ങനെ ഈ സമൂസയുടെ ഷീറ്റിൽ ഇങ്ങനെ കവർ കഴിഞ്ഞ് പൊരിക്കാൻ വെച്ച്. പൊരിക്കണ പരിപാടിയൊക്കെ ഉമ്മയായിട്ട് ചെയ്തത്, ഞാൻ ഉണ്ടാക്കില്ലോണില്ല. കാരണം നേരമില്ല, അറിയാത്ത സാധനം ഉണ്ടാക്കുമ്പോൾ കുറേ നേരം പിടിക്കില്ല. അങ്ങനെ കുറേ നേരം അങ്ങനെ പിന്നെ വേഗം റഷായിട്ട് ഞാൻ ഫ്രൂട്ട്സ് കട്ട് ചെയ്യാം. അങ്ങനെ അന്ന് ഫ്രൂട്ട്സിന് മാംഗോ, മുസമ്പി, ആപ്പിള്, പിന്നെ ഈ ഗ്രീൻ ഗ്രേപ്പ്, പിന്നെ ഈ ഈത്തപ്പഴം, അത് പിന്നെ എല്ലാ ദിവസവും കോമൺ ആണ്. ഇനി ഞാൻ ചിക്കൻ പൊട്ടിത്തെറിച്ചത് എന്തായെന്ന് കാണിച്ചു തരട്ടെ. ഇത് നോക്കി ഇതിന് എന്ത് പേരാണ് ഞാൻ പെടുക. എന്തായാലും ചിക്കൻ പൊട്ടിത്തെറിച്ചതല്ലേ, ഇനി മേലാക്കിൽ ഞാൻ ചിക്കൻ പൊട്ടിത്തെറിച്ചത് ഉണ്ടാക്കാനും പോണില്ല. ഇത് ഫസ്റ്റും ലാസ്റ്റ് ആയിരുന്നത്. ചിക്കൻ പൊട്ടിത്തെറിച്ചത് കൊള്ളാമെങ്കിലും സമൂസ കുഴപ്പമുണ്ടായിരുന്നില്ല. അങ്ങനെ ആ സമാധാനത്തിൽ സമൂസ കഴിച്ചു. അന്നത്തെ ദിവസം എനിക്ക് ഈ നോമ്പ് തുറക്കുന്ന വീഡിയോ എനിക്ക് നല്ലപോലെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഫുള്ള് റഷ് ആയിരുന്നല്ലോ, അറിയാത്ത കാര്യം ഉണ്ടാക്കിയിട്ട് കുറേ സമയം അങ്ങനെ പോയതുകൊണ്ട് എനിക്ക് നല്ലപോലെ വീഡിയോ എടുക്കാൻ പറ്റി. അപ്പോൾ ഞാൻ വിചാരിച്ചു നോമ്പ് തുറക്കണ സമയത്ത് നമ്മൾ ഈ പൊരിക്കടി ഫ്രൂട്ട്സ് മാത്രമല്ല കഴിക്കുള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ സാധാരണ ഈ പത്തിരി അങ്ങനത്തെ ഐറ്റംസ് കഴിക്കുക. നോമ്പ് തുറക്കുന്ന ടൈമിൽ തന്നെ പത്തിരിയൊക്കെ കഴിക്കണത് കണ്ടു. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഫ്രൂട്ട്സും പൊരിക്കടിയും അങ്ങനത്തെ ഷേക്കൊക്കെ കുടിച്ചതിന് കഴിഞ്ഞതിന് ശേഷം നിസ്കാരവും ഒത്തും അങ്ങനത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ശരിക്കും ഫുഡ് കഴിക്കുക. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞില്ലേ ബിരിയാണി ആയിരുന്നു. ബിരിയാണിയുടെ കൂടെ ഈ പച്ചച്ചമ്മന്തിയും പിന്നെ ഈ തൈരും അച്ചാറും. ഈ പച്ചച്ചമ്മന്തിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ബിരിയാണിക്ക്. സംഭവം എനിക്ക് നോമ്പ് തുറക്കണം നല്ലപോലെ ഷൂട്ട് ചെയ്യാൻ പറ്റാത്തതിന് സങ്കടത്തിലാണ്. ഒരു റംസാൻ തീം കുറച്ച് ലൈറ്റൊക്കെ കൊണ്ടുവരാമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ ക്യാൻഡിലൊക്കെ കത്തിച്ചത്. പക്ഷേ ഇതൊരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറിൻ്റെ സെറ്റപ്പ് ഒന്നും ഞാൻ വിചാരിച്ചില്ല. പക്ഷേ എല്ലാ സാധനങ്ങളും കൂടി വെച്ച് എക്സ്പോഷറൊക്കെ കൂട്ടിയിട്ട് വീഡിയോ എടുത്തപ്പോൾ എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ പിന്നെ എല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിച്ചു.
അങ്ങനെ മരുപസ്കരിച്ച് ഖുറാനൊക്കെ ഓതിയതിന് ശേഷം ഒരു കുറച്ച് നേരം ഫോണിൽ ഇരുന്നിക്കണ് റീൽസും ഷോർട്സൊക്കെ കണ്ടിട്ട് ഞാൻ പിന്നെ നേരെ റിവൈസ് ചെയ്യാൻ പോയി. DNF ബ്ലോക്ക് എന്ന് പറഞ്ഞ മെറ്റീരിയൽ ഞാൻ സൈലം ഹോസ്റ്റലിലുള്ള ടൈമിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് കിട്ടിയൊരു എക്സൈറ്റ്മെൻറ്റിൽ നോക്കിയതല്ലാണ്ട് പിന്നെ നോക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാനിപ്പോൾ 2-3 മാസമായിട്ടാണ് ഈ മെറ്റീരിയൽ തൊടാൻ തുടങ്ങിയിട്ടുള്ളത്. ഇതിൽ പിന്നെ ചാപ്റ്റർ ഇങ്ങനെ ഷോർട്ടായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് വായിച്ചാൽ നമുക്ക് വേഗം കിട്ടും. ഇതിലങ്ങനെ ഔട്ട് ഓഫ് സിലബസ് അങ്ങനെയൊന്നുമില്ല. ഇതിൽ ആ കംപ്ലീറ്റ് ചാപ്റ്റർ ഉണ്ടാവും. ഇത് ശരിക്കും പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ബാങ്ക് പോലെയാണ്. ഇതിൽ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അറൗണ്ട് 2020, 2021 ആ ടൈമിലൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. അതിൽ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴാണ് ശരിക്കും നമുക്ക് ആ ഒരു ടോപ്പിക്ക് മനസ്സിലായിട്ടുണ്ടോ ഇല്ലെന്ന് മനസ്സിലാവുള്ളൂ. ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്ന സമയത്ത് കുറേ വെട്ടും കുത്തൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇത് തോന്നി പെൻസിൽ എങ്ങനെ യൂസ് ചെയ്താൽ മതിയായിരുന്നു. അപ്പോൾ ബുക്കിനൊരു വൃത്തി ഉണ്ടാവുമല്ലോ. പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് വയ്യാണ്ടായി. കാരണം നോമ്പും പിന്നെ ഫുഡൊക്കെ കഴിച്ചല്ലോ. അപ്പോൾ പിന്നെ മത്തായി. ഇപ്പോൾ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ ചെയ്തുള്ളൂ. പിന്നെ ഞാൻ ബുക്ക് ക്ലോസ് ചെയ്തു. അങ്ങനെ ആ ഡേ ഓൾമോസ്റ്റ് കഴിഞ്ഞ്. എന്തായാലും രാവിലെ നമ്മളൊരു ഡെയിലി പ്ലാനറൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നോമ്പ് നോറ്റിട്ടുണ്ട്, ഖുറാൻ ഓതിയിട്ടുണ്ട്. അയ്യോ, ഞാൻ ഇതിൽ ടിക്ക് ഇട്ടിട്ടില്ലല്ലോ. ഞാൻ ശരിക്കും ഓതിയിട്ടുണ്ട് കേട്ടോ. പോയിട്ട് ഞാൻ എല്ലാ ദിവസവും ഖുറാൻ ഓതിയിട്ടുണ്ട്. പിന്നെ നിസ്കാരമൊക്കെ അന്ന് കറക്റ്റ് ആയിരുന്നു. പിന്നെ ടു ഡു ലിസ്റ്റ് ചെക്ക് ചെയ്തപ്പോൾ ബയോടെക്നോളജി 2 ചാപ്റ്റർ പഠിച്ചു. പക്ഷേ മൈക്രോബ്സ് ആൻഡ് ഹ്യൂമൻ വെൽഫെയർ എന്ന് പറഞ്ഞ ചാപ്റ്റർ ഞാൻ കുറച്ച് മാത്രം പഠിച്ചുള്ളൂ. അത് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. DNF പഠിച്ചു. പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തു. അതിന് മാത്രം ക്വസ്റ്റ്യൻസ് ഇടയിലും കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തു. അങ്ങനെ പിന്നെ ജേർണലും അടച്ചു. അങ്ങനെ പിന്നെ കുറച്ച് നേരം ക്വസ്റ്റ്യൻസൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ യൂട്യൂബിൽ കുറച്ച് നേരം വീഡിയോസ് കാണും. ഞാൻ റമദാൻ മാസമായതുകൊണ്ട് സിനിമയും അങ്ങനത്തെ ഒന്നും കാണാൻ പറ്റില്ലല്ലോ. സോ നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനത്തെ നല്ലതായ വ്ളോഗ്സ് കാണും. ഈ നോമ്പൊക്കെ ആയാലും മിക്കതും എല്ലാവരും മധുരമൊക്കെ കഴിക്കൽ കുറവായി. മെയിനായിട്ട് ഈ പൊരിക്കടി പിന്നെ ഈ ബ്രേക്ക്ഫാസ്റ്റ് പോലത്തെ ഫുഡ് ഐറ്റംസും ബിരിയാണിയൊക്കെ അല്ലേ ഉണ്ടാവും. പക്ഷേ എനിക്ക് എന്തെങ്കിലും ഒരു സ്വീറ്റായിട്ട് കിടനായിട്ട് മുന്നേ കഴിക്കണത് ഭയങ്കര ഇഷ്ടമാണ്. സോ 2-3 ദിവസം മുന്നേ മേടിച്ചതാണ് ഈ ഐസ്ക്രീംസ്. 3 മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാനും അമ്മയും മാത്രമാണ് ആ ടൈമിൽ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ അനിയത്തി ഓൾറെഡി ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ ഐസ്ക്രീമൊക്കെ എടുക്കാൻ പറ്റില്ലല്ലോ. ഞാൻ എപ്പോഴും ഐസ്ക്രീം മേടിക്കുമ്പോൾ കോൺ ഐസ്ക്രീമാണ് മേടിക്കൽ. പിന്നെ ചിലപ്പോൾ മാംഗോ ബാർ മേടിക്കും. ഇത് രണ്ടാണ് എൻ്റെ ഫേവറേറ്റ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഉമ്മാൻ്റെതാണ് ഈ ഒരു ചോക്കോബാർ അല്ല, ഇതെന്തോ പേരക്കയുടെ എന്തോ ഒരു സാധനമായിരുന്നു. സംഭവം വലിയ ടേസ്റ്റൊന്നും എനിക്ക് തോന്നിയില്ല. എരിവും പേരക്ക മുളകും ഉപ്പൊക്കെ ഇട്ടുള്ളൊരു ടേസ്റ്റില്ലേ, അതൊന്നും തണുപ്പിച്ചിട്ടുള്ളൊരു ഉമ്മക്ക് കൊടുത്ത്. പിന്നെ ഞാൻ ഇൻ്റെ കോൺ ഐസ്ക്രീം പൊട്ടിക്കുമ്പോഴാണ് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത്. അതിങ്ങനെ മെൽറ്റാവണം. ഇത്ര നേരം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതാണ്. പിന്നെ ഇങ്ങനെ മെൽറ്റാവണമെന്നല്ല. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഫ്രിഡ്ജ് ഓഫാക്കിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. എന്തോ ഫ്രിഡ്ജിലെന്തോ പോയപ്പോൾ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജ് ഓഫാക്കിയത്. പിന്നെ ഞാൻ ഫ്രിഡ്ജ് ഓണാക്കാൻ മറന്നു. അതുകൊണ്ട് തന്നെ ഐസ്ക്രീം കംപ്ലീറ്റ്ലി മെൽറ്റായി ഉണ്ടായിരുന്നു. എന്തായാലും ഐസ്ക്രീം പൊട്ടിച്ച കാരണമാണ് ഞാൻ ഫ്രിഡ്ജ് ഓഫ് ചെയ്തിട്ടുള്ളത് മറന്നത്. അപ്പോൾ തന്നെ പോയിട്ട് ഞാൻ ഫ്രിഡ്ജ് ഓണാക്കി. അല്ലെങ്കിൽ എൻ്റെ മഴയിൽ നിന്ന് ചീത്ത കയറിയായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ. അങ്ങനെ പിന്നെ ഞാൻ യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ട് ഐസ്ക്രീം ഇരുന്ന് കഴിക്കണ നേരത്താണ് ഉമ്മ വന്നിട്ട് എൻ്റെ അടുത്തുനിന്ന് എൻ്റെ ഐസ്ക്രീം മേടിച്ചുകൊണ്ടേയത്. അങ്ങനെ മേടിച്ചുകൊണ്ട് ഉമ്മ കഴിച്ചതിന് ശേഷം എനിക്ക് ഐസ്ക്രീം കിട്ടിയത് ഈ കോലത്തിലാണ്. ഈ ഐസ്ക്രീം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും കുറച്ച് ദിവസം കഴിഞ്ഞ് ഇപ്പോൾ ഇൻ കേസ് കടയിലൊക്കെ പോവുകയാണെങ്കിൽ മേടിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. കോൺ ഐസ്ക്രീം മേടിക്കുമ്പോൾ അവസാനം ഈ ഒരു ചോക്ലേറ്റ് ഫിൽഡ് ആയിട്ടുള്ളൊരു എൻഡ് കിട്ടില്ലേ, ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കോൺ ഐസ്ക്രീം മേടിക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ നേരെ പോയി നിയത്ത് വെച്ചിട്ട് കിടന്നുറങ്ങി. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.